ദേവന്മാരിലും ദേവനായ ശിവന്റെ നെഞ്ഞും കൂടി ചവിട്ടിയിട്ടുണ്ട് കാളി ആരെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കാളിയെയാണ് കേരളത്തിൽ ആരാധിക്കുന്നത്. ഈ കാളി ഉപാസന ലോപിച്ചതാണ് കേരളത്തിലെ ഹിന്ദുക്കൾ ഇന്ന് ദരിദ്രന്മാരാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ഭഗവതിക്ക് സത്യം പറഞ്ഞാൽ ശുദ്ധി അശുദ്ധി കൊലപാലായ്മകളൊന്നും ബാധകല്ല. കാളിയുടെ ഇടത്തെ കയ്യിൽ ദാരികന്റെ തലയാണ്, വലത്തെ കയ്യിൽ നാന്തകം പള്ളിവാളും ഇറ്റിറ്റ് വീഴുന്ന ചോര കുടിക്കുന്നതും മുണ്ടമാല തലകൾ കൊണ്ട് കോർത്ത മാല അണിഞ്ഞവളുമാണ് കാളി. പണ്ട് ഈ ഭരണിപ്പാട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു കാലത്ത് കലക്ടർ ഇവിടുന്ന് ഉത്തരവിട്ടിന് ഭരണിപ്പാട്ട് പാടാണ്ടാണ്. കലക്ടർ വീട്ടിൽ പോയപ്പോൾ കാണുന്നത് എന്താ അറിയോ, മകൻ തെറിപ്പാട്ട് പാടുന്നതാണ്. കോമരങ്ങളല്ലാത്ത ആളുകൾ പോലും കൊടുങ്ങല്ലൂർ വരുമ്പോൾ തുള്ളിപ്പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പല ആളുകളും പറയുന്നത് അവിടുത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത്. ശരീരത്തിൽ കണ്ട് മോഹിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതിനകത്ത് മോഹം തോന്നിക്കഴിഞ്ഞാൽ അയാൾ സ്വയമേ അമ്മ ലയിക്കുന്ന ശരീരത്തിൽ അത് തുള്ളി പറയും. അതിനുള്ള വേണ്ടുന്ന സാധ്യതകൾ കോമരങ്ങൾക്കായാലും ബാക്കിയുള്ള ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കായാലും പിന്നെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കായാലും ഉപാസകന്മാർക്കായാലും കൃത്യമായിട്ട് ഞങ്ങൾ ഈ ഭഗവതിയുടെ വിധാനങ്ങളും കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഭഗവതിയുടെ പ്രത്യക്ഷമാണ്. ഇത് കൂടാതെ വൈക്കത്ത് വാഴുന്ന ഭഗവാൻ വണങ്ങുന്ന തിരുമകൾക്കായിട്ട് മാല കെട്ടാൻ നമ്മളെ പാട്ടിൽ പോലും ഉണ്ട്. ആ വൈക്കത്ത് വാഴുന്ന ഭഗവാൻ പോലും കുമ്പിടുന്നത് ഈ അമ്മനെയാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇവിടുത്തെ 30 കോടി ദേവഗണങ്ങൾക്കും ദാരികൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഭഗവതിക്ക് മാത്രമേ പറ്റിയത്. എന്നിട്ടും കോപം ശ്രമിക്കാണ്ട് ഈ ഭഗവതി ദേവന്മാരിലും ദേവനായ നല്ലച്ഛൻ്റെ നെഞ്ഞും കൂടി ചവിട്ടി നാന്തകം പള്ളിവാളും പിടിച്ച് വെട്ടാൻ പോയതാണ്. അതും തെളിയിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിലും വലുത് വേറൊരു ചൈതന്യമില്ല. ദേവന്മാരിലും ദേവനായ ശിവന്റെ നെഞ്ഞും കൂടി ചവിട്ടിയിട്ടുണ്ട് കാളി ആരെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കാളിയെയാണ് കേരളത്തിൽ ആരാധിക്കുന്നത്. ഈ കാളി ഉപാസന ലോപിച്ചതാണ് കേരളത്തിലെ ഹിന്ദുക്കൾ ഇന്ന് ദരിദ്രന്മാരാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ഭഗവതിക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് കൊടുത്ത് പൂജിച്ചാൽ ഭഗവതി അഭിവൃദ്ധി തീരും, ഉറപ്പാണ്. അകത്ത് ശ്രീകോവിലകത്ത് കൃത്യമായിട്ട് പഞ്ചമകാരങ്ങൾ വെച്ച് പൂജിക്കുക, പുറത്ത് കാളിക്ക് കോഴി വെട്ടി തന്നെ ഗുരുതി കൊടുക്കുക. ഈ ബലി കൊടുക്കുന്ന ജീവൻ ക്ഷേത്ര ചൈതന്യത്തിലേക്ക് ലയിക്കും, ക്ഷേത്ര ചൈതന്യം അഭിവൃദ്ധിപ്പെടും. ഇതാണ് ഇതിന്റെ തത്വം. ഇതിന് പ്രമാണമുണ്ട്. കാളി മാതീക മത്സ്യമാംസാദി രാഗിണി രുതിരപ്രിയ എന്ന് കാളി സഹസ്രാമത്തിൽ പറയുന്നുണ്ട്. മാംസന്തു ത്രിവിധം പ്രോക്തം ജലഭൂജര കേജരാണ്. ഭൂമിയിലും ജലത്തിലും ആകാശത്തിലും ജീവിക്കുന്ന ജന്തുക്കളുടെ മാംസം പൂജക്ക് ഉപയോഗിക്കാം. കൃത്യമായിട്ട് നിത്യതന്ത്രത്തിലൊക്കെ ഒരു കൗളികൻ എങ്ങനെ ആവണം, കൗളമാർഗം എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. കുളാർണവ തന്ത്രത്തിലുണ്ട്. ഇങ്ങനെ 64 തന്ത്രങ്ങളുണ്ട്. ഇതിലൊക്കെ കൃത്യമായിട്ട് സാക്ഷാൽ പരമേശ്വരൻ ശിഷ്യഭാവം പൂണ്ട പാർവതി ദേവിക്ക് പറയുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചാലും മനസ്സിലാക്കിയാലും നമുക്ക് മനസ്സിലാവും ഇതൊന്നും അശ്രേഷ്ഠമല്ല, ഇതൊക്കെ ശ്രേഷ്ഠമാണ്. ഇതിൻ്റെ അപ്പുറം മറ്റൊന്നില്ല, കൗളത്തിൻ്റെ അപ്പുറം മറ്റൊന്നില്ല. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ വ്രതം എടുത്തിട്ട് പോകും. ആ ക്ഷേത്രത്തിൽ നിങ്ങളൊരു മത്സ്യമാംസാദി കൂട്ടി പോയിട്ട് നശിക്കുന്ന ചൈതന്യമാണ്. പിന്നെ ആ ഊർജ്ജത്തിനെ നമ്മൾ ആരാധിച്ചിട്ട് കാര്യമുണ്ടോ? ശരിക്കും ചിന്തിക്കൂ. നിങ്ങൾ ഒരു വ്രതം എടുത്തിട്ട് പോയത് കൊണ്ട് അവിടുത്തെ ചൈതന്യത്തിന് ലോപം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളാണല്ലോ വലുത്. ആ ചൈതന്യത്തിനെ പൂജിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഭഗവതിക്ക് സത്യം പറഞ്ഞാൽ ശുദ്ധി അശുദ്ധി കൊലപാലായ്മകളൊന്നും ബാധകല്ല. കാളിയുടെ ഇടത്തെ കയ്യിൽ ദാരികന്റെ തലയാണ്, വലത്തെ കയ്യിൽ നാന്തകം പള്ളിവാളും ഇറ്റിറ്റ് വീഴുന്ന ചോര കുടിക്കുന്നതും മുണ്ടമാല തലകൾ കൊണ്ട് കോർത്ത മാല അണിഞ്ഞവളുമാണ് കാളി. ഈ ഭഗവതിക്ക് എവിടെയാണ് ശുദ്ധി അശുദ്ധി കൽപ്പിക്കുന്നത്? ഇപ്പൊ പൂജാപാത്രങ്ങളിൽ വിശേഷമായിട്ട് തീർത്ഥശങ്കാണ്. ഈ തീർത്ഥശങ്ക് കടലിൽ കിട്ടുന്ന ജീവിന്റെ പുറന്തോടാ. പണിക്കര് കവടി നിരത്തിയിട്ട് പറയുന്ന ഈ കവടി എന്താ? ഇതേ ജീവിന്റെ അസ്ഥിയാണ്, കടലിൽ നിന്ന് കിട്ടുന്ന ജീവി. ഇത് കറക്കിയിട്ടാണ് പറയുന്നത് അത് പാടില്ല ഇത് പാടില്ല. അമ്പലത്തിൽ കൊട്ടുന്ന ചെണ്ട എന്താ? ഗുരുവായൂർ കളഭത്തിന് കൂട്ട് ഗോരോചന. ഗോരോചന എന്താ? ഇതൊക്കെ മലയാളത്തിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരുവിധം ജ്യോതിഷന്മാരതും ഇവിടുത്തെ സമ്പ്രദായം മാറ്റുന്ന തന്ത്രിമാരതും വായി അടപ്പിക്കാൻ പറ്റും. നമ്മൾ ആദ്യം ആരാധിക്കേണ്ടത് നമ്മുടെ പൂർവികന്മാരെങ്ങനെയാണ് ഈ ദേവിനെ ഉപാസിച്ചത്, ആ രീതിയിൽ കൊടുക്കേണ്ടത് കൊടുത്ത് പൂജിക്കൂ, നല്ല രീതിയിൽ ഉപാസിക്കും. കാളി നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി പോലും നമ്മുടെ ഉള്ളിലാണ്. ഈ പ്രപഞ്ചത്തിനെ നമ്മൾ അറിഞ്ഞ പോലെ 30 കോടി ദേവകളെ അറിഞ്ഞ പോലെ സാക്ഷാൽ ഭദ്രകാളി അറിഞ്ഞിട്ടുണ്ട്. കാരണം ഇവരൊക്കെ ഉപാസിച്ചത് കാളിനെയാണ്. ഓരോ ദേവതമാരും ഓരോ ദേവന്മാരും എന്തിനാ? കൃഷ്ണൻ കംസനെ കൊല്ലാനാണെങ്കിൽ രാമൻ രാവണനെ കൊല്ലാനാ. അപ്പം വെട്ടുന്ന സമയത്ത് ചോര വരൂലേ, അവരെ ശരീരത്തിൽ രക്താവൂലേ? അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവര് കാട്ടിലുള്ള സമയത്ത് ശ്രീരാമനൊക്കെ എന്ത് കഴിച്ചെന്ന് കൃത്യമായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ ദ്രാവിഡ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇന്നിപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർ ബാക്കിയുള്ള സമുദായങ്ങളുടെ പിറകെ പോയിട്ട് ഇവിടുത്തെ കുലാചാരങ്ങളും കാര്യങ്ങളും നശിപ്പിച്ച് ഹിന്ദുക്കളെ ആരാധനകളും കാര്യങ്ങളും തകിടം മറിഞ്ഞ് നമ്മളെല്ലാവരും വ്രതം എടുത്ത് പോകുന്ന രീതിയിൽ പോയി ഈ ഭഗവതിൻ്റെ സ്വഭാവം മാറ്റി ആ ഭഗവതിയായിട്ടുള്ള അടുപ്പം കുറഞ്ഞു. ഈ ഭഗവതിനെ വേറെ എന്തോ ആയിട്ടാണ് കാണുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു. എടീന്ന് തന്നെ വിളിക്കുന്നു ദേവീനെ. ആ സമയത്ത് പലതും വെച്ചിട്ട് പൂജിക്കുന്ന സമയത്തൊക്കെ ഭഗവതി വിളിച്ചാൽ വിളിപ്പുറത്തായിരുന്നു. ഇന്ന് ഈ ഭഗവതിൻ്റെ
പ്രൗഢി കുറഞ്ഞു വരുന്ന കാരണം ഈ ഭഗവതിനെ ഉപചരിക്കേണ്ടതുപോലെ ഉപചരിക്കുന്നില്ല. അതാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ചൈതന്യം കുറഞ്ഞു വരുന്നതായിട്ട് ഇപ്പോഴും തോന്നിയിട്ടുണ്ടോ? കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നതാണെങ്കിൽ കൊടുങ്ങല്ലൂർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ താലപ്പൊലി ഉത്സവം കഴിഞ്ഞു. അതിന്റെ ഒരു ദിവസം മുമ്പ് ഒരു സ്ത്രീ എവിടെ നിന്ന് മരിച്ചു? കുളത്തിൽ വീണ് മരിച്ചു. അതിന്റെ ഒരു 6 മാസം മുമ്പ് ഒരു ജീവനക്കാരൻ ക്ഷേത്ര കോമ്പൗണ്ടിന്റെ അകത്ത് തൂങ്ങി മരിച്ചു. അതുകൂടാതെ ഭരണി നാളിൽ ഒരു സ്ത്രീ ചവിട്ട് കൊണ്ട് മരിച്ചു അശ്വതി കാവതുണ്ടെന്ന സമയത്ത്. ആ ചടങ്ങിന്റെ ഇടയിൽ തമ്പുരാൻ മരിച്ചു. ഇത് കൂടാതെ ഒരു വർഷത്തിൽ ആ ഭരണി കുളത്തിൽ വീണിട്ട് തന്നെ ധാരാളം സ്ത്രീകൾ പ്രധാനമായിട്ടും ഇവിടെ മരണമടയുന്നു. അതെന്തായിരിക്കും കാരണം? ബലിയുള്ള സ്ഥലത്ത് മരണം ഉണ്ടാവില്ല. പ്രധാനമായിട്ടും കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾ, പ്രധാനമായിട്ടും കണ്ണൂർ ജില്ലയിൽ ഓർക്കാളിനെയായിരുന്നു ഉപാസിച്ചത്. ഈ കാളിയുടെ ബലി നിന്നതാണ് അവിടെ കണ്ണൂർ, പാനൂർ, പല സ്ഥലത്തും തലശ്ശേരി ഇവിടെയൊക്കെ കൃത്യമായിട്ട് നരബലി നടക്കാൻ കാരണം. അവിടെയൊക്കെ പിന്നീട് ഞങ്ങൾ ആഴ്ന്നിറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇതൊക്കെ ശാക്തേയം മുടങ്ങിയ സ്ഥലത്ത് ആ പറമ്പിൽ വെച്ചിട്ടാണ് ഇവരൊക്കെ ജീവത്യാഗം നടന്നത്. കൃത്യമായിട്ട് ആ ശാക്തേയം തിരിച്ചുകൊണ്ടുവന്ന് ഇന്ന് കണ്ണൂർ സൈലൻ്റാണ്. അത്ര മനസ്സിലാക്കണം. കാളിക്ക് കൊടുക്കേണ്ടത് തന്നെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. നമ്മുടെ പൂർവികന്മാർ അത് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ളതാണ്, സപ്തധാതുക്കളൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഈ സമ്പ്രദായം മാറ്റുന്നു? മദ്യം വെച്ചതുകൊണ്ടും കോഴി വെട്ടുകൊണ്ടും ആരും അശ്രേഷ്ഠന്മാരാകുന്നില്ല. അതിലും കാട്ടി ശ്രേഷ്ഠത്വം വേറെ ഇല്ല. നമ്മൾ ബാക്കിയുള്ള ആചാരങ്ങൾ, ബാക്കിയുള്ള വൈദികന്മാരെ കാര്യങ്ങൾ നമ്മൾ പിന്തുടരേണ്ട ആവശ്യമില്ല. കലികാലത്ത് വേദമന്ത്രങ്ങൾ വിഷഹീനങ്ങളായ പാമ്പുകളെ പോലെയാണ്. വേദം അഖില ധർമ്മം മൂലം എന്ന് അവർ പറയും. ഞങ്ങൾ പറയും തന്ത്രം അഖില ധർമ്മം ബീജം. ബീജത്തിന് വിത്തന്നെ മുള പൊട്ടുകയുള്ളൂ. അപ്പൊ ഈ ആരാധന കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. അതിനുള്ള വേണ്ടുന്ന സാധ്യതകൾ കോമരങ്ങൾക്കായാലും ബാക്കിയുള്ള ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കായാലും പിന്നെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കായാലും ഉപാസകന്മാർക്കായാലും കൃത്യമായിട്ട് ഞങ്ങൾ ഈ ഭഗവതിൻ്റെ വിധാനങ്ങളും കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെല്ലാം താല്പര്യമുണ്ട് അവരവരെ കുലാചാര പ്രകാരം അവരെ ദേവത എന്താണോ അതിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് ഒരു ഫീസും കൂടാതെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് അവരെ പ്രചരിപ്പിച്ച് അവരെ ഓരോ സ്ഥലത്തും ഓരോ യോഗീശ്വരന്മാരുണ്ട്. ആ യോഗീശ്വരന്മാരെ കണിക എല്ലാവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ യോഗീശ്വരന്മാർ ശരീരത്തിലുള്ളവർ നമ്മുടെ തെറ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് കുലാചാരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് പഠിക്കാനായിട്ട് അതിനും വരാം. കാരണം ഇതൊക്കെ നിലനിന്നാൽ ഇനി ഹിന്ദു ഇവിടെ നിലനിൽക്കില്ല, നമുക്ക് മതം മാറേണ്ടി വരും. ഇവിടുത്തെ എല്ലാ സംസ്കാരങ്ങളും ആചാരങ്ങളും ഒക്കെ നശിച്ചു. ഭഗവത്ഗീത പറയുന്നുണ്ട് കുലാചാരം നശിച്ചു കഴിഞ്ഞാൽ തന്നെ സനാതനങ്ങളായ എല്ലെണ്ണത്തിന് നാശം തുടങ്ങിയതാണ്. അപ്പം നമ്മൾ പറഞ്ഞു സനാതനത്തിന് നാശമില്ലാന്നല്ലോ, ഒരിക്കലും ഇല്ല, അങ്ങനെയല്ല. ഇവിടെ പലതും കൈവിട്ടുപോയി. നമ്മുടെ പൂർവികന്മാർ ആരാധിച്ചു വന്ന പലതും കൈവിട്ടുപോയി ഇന്ന്. അപ്പോൾ ഉള്ളതെങ്കിലും നമ്മൾ നിലനിർത്തിയേ പറ്റും. അതിനെന്ത് വേണം? ഈ ഭഗവതി ഓരോ തറവാട്ടിലും ഓരോ കണികയിൽ വിത്തിട്ടിട്ടുണ്ട്. ആ വിത്ത് മുളക്കുമ്പോൾ സമയങ്ങളിൽ നമ്മൾ എത്തേണ്ട ആൾക്കാരുടെ അടുത്തെത്തും. കൃത്യമായിട്ട് പൂർവികന്മാർ ആരാധിച്ച രീതിയിലുള്ള സമ്പ്രദായങ്ങൾ കൈക്കൊണ്ട് അതിൻ്റെ ഉപാസന ചെയ്ത് ആരാധനകൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും. നമുക്കും നമ്മുടെ 7 തലമുറക്കും മോക്ഷം കിട്ടും. വരുന്ന തലമുറ അഭിവൃദ്ധിപ്പെടും. ഇതാണ് ഇതിൻ്റെ രഹസ്യം. ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കോമരങ്ങൾ. പലപ്പോഴും ഈ ഭരണിക്ക് തന്നെ നമ്മൾ കണ്ട ഒരുപാട് കാഴ്ചയാണ്. ഇപ്പോൾ വിദേശത്ത് നിന്നുള്ളൊരു വനിത പോലും വന്ന് തുള്ളുന്നൊരു സാഹചര്യം. എന്തുകൊണ്ടാണ് കോമരങ്ങളല്ലാത്ത ആളുകൾ പോലും കൊടുങ്ങല്ലൂർ വരുമ്പോൾ തുള്ളിപ്പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ പല ആളുകളും പറയുന്നത് അവിടുത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു വള്ളുവൻ എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മളിപ്പോൾ ഈ വരുന്ന ലക്ഷക്കണക്കിന് കോമരങ്ങൾ വരുന്നുണ്ട്. പുതിയ കോമരങ്ങൾ അതാത് വർഷങ്ങളിൽ വെട്ടിത്തെളിയുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ചൈതന്യമാണ് ഇവരിലേക്ക് ലയിക്കുന്നത്. നമ്മുടെ ചൈതന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂതഗണങ്ങളാണ് ഈ ലയിക്കുന്നത്. അമ്മയല്ല ലയിക്കുന്നത്, നമ്മുടെ ഭൂതഗണങ്ങൾ. അതാത് വർഷം 2000 3000 കോമരങ്ങൾ പുതിയ വെട്ടിത്തെളിയുന്നു. ഈ വർഷം ഒരു കോമരങ്ങൾ വെട്ടിത്തെളിയിൽ ഏറ്റവും പ്രായം കൂടി ഒരു അമ്മ ഉണ്ടായിരുന്നു, 60 വയസ്സായിരുന്നു. ഈ വർഷം അത് വെട്ടിത്തെളിഞ്ഞത് അത് നമ്മുടെ ചൈതന്യമാണ്. നമ്മുടെ ചൈതന്യം വെച്ചാൽ നമ്മുടെ ഭൂതഗണങ്ങളാണ് അതിലേക്ക് ലയിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാത്തിലും ഉണ്ടായിരുന്നു, അതും ആ ഒരു ചൈതന്യമാണ് അത് ശക്തി. എന്തുകൊണ്ടാണ് ആളുകൾ അവിടെ വരുമ്പോൾ ഇപ്പോൾ കോമരങ്ങൾ അപ്പോൾ അവർ വർഷങ്ങളായിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നതാണെന്ന് പറയാം. പക്ഷെ ഇതിലൊന്നുമില്ലാത്ത ആളുകൾ, ഇതിലൊന്നും പെടാത്ത ആളുകൾ അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ആ ചൈതന്യം ആ വായിക്കുന്നത് മറ്റൊരു ശരീരത്തിലേക്ക് കണ്ട് മോഹിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതിനകത്ത് മോഹം തോന്നിക്കഴിഞ്ഞാൽ അയാൾ സ്വയമേ അമ്മ ലയിക്കുന്ന ശരീരത്തിൽ ആ തുള്ളി പറയും. അത് അമ്മയ്ക്ക് ഒരാളെ കണ്ട് മോഹം തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ പ്രവേശിക്കും. ആ ശക്തിയിലേക്ക് ലയിക്കുകയാണ്. അത് ചിലപ്പോൾ വരുന്ന ആളൊരു നിരീശ്വരവാദിയാവാം, പക്ഷെ ഇതിനോട് ഒരു ബന്ധമില്ലാത്ത ഒരാളാവാം, ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്ന ഒരാളാവാം. അമ്മ അയാളിലേക്ക് ലയിച്ചു ചേരുന്നു.
നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ പറ്റി സംസാരിക്കുന്ന വേളയിൽ തന്നെ പലപ്പോഴും പലയിടത്തു നിന്ന് വരുന്ന കാര്യം വളരെ മോശമായിട്ടുള്ള പാട്ടുകൾ പാടുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണ് കൊടുങ്ങല്ലൂർ ആ രീതിയിലേക്ക് മോശപ്പെടുത്തുന്ന രീതിയിൽ പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം? ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ കുറവാണെന്ന് പറയാം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ശരിക്കും ഇവിടെ കോഴിക്കല് മൂടിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള സ്ത്രീകൾ വീട് വിട്ട് പുറത്തേക്കിറങ്ങില്ല, റോട്ടിൽ കൂടെ പോകില്ല. അത്രയും ഇതായിട്ടുള്ള പാട്ടുകളായിരുന്നു നന്നാക്കാൻ. ഇപ്പൊ കുറഞ്ഞു വെച്ചാൽ 90% കുറഞ്ഞു എന്ന് തന്നെ പറയാം. ഇപ്പൊ ക്ഷേത്ര കോമ്പൗണ്ടിൽ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുക. പണ്ട് അങ്ങനെയല്ല, റോട്ടിലൂടെ വരെ പാടിപ്പോകുമായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഈ പാടുന്ന ഒരു വഴിപാടായിട്ടാണ് ഈ പാടുന്നത്. പിന്നെ നമ്മുടെ ഈ നാട്ടിലുള്ളവർ പാടും, അത് ഇവിടുത്തെ അത് അവരൊരു ഇതാണ്. ഈ വരുന്നവർ നേർന്നിട്ട് വരുന്നതാണ് ഞങ്ങൾ ഇത്ര ഈ പാട്ടാമ്പറ നടക്കൽ പാടിക്കൊള്ളാം. അത് അവർക്ക് മറ്റു ദുരിതങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോഴാണ് അവർ വഴിപാടായിട്ട് നേരുന്നത്. പാട്ടിൽ തന്നെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് യഥാർത്ഥത്തിൽ വിത്ത് ആചാരത്തിന്റെ ഭാഗമാണോ അതോ അവര് സ്വന്തമായിട്ട്? ആചാരത്തിന്റെ ഭാഗമാണ്. ആചാരത്തിന്റെ ഭാഗം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയും, തമിഴിൽ പറയും കറപ്പഴിയാത്ത കന്യക എന്ന് പറയും. അമ്മയെ താലി വെച്ചിട്ടില്ല, നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ, അമ്മ കന്യകയാണ്. അമ്മയ്ക്ക് ഈ ഒരു ചുവയോട് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം. അത് വരുന്നവര് ഭക്തിപൂർവ്വം തന്നെയാണ് തരികയാണെങ്കിൽ അതിൽ ഭക്തിപൂർവ്വമാണ് പാടുന്നത്. നമ്മുടെ നാട്ടിലുള്ളവർ പാടുന്നത് അസഭ്യമായിട്ട് വെറുതെ അല്ല. ഇന്ന് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അസഭ്യമായിട്ട് പാടുന്ന പാട്ടുകൾ, പഴയ കാലത്തെ പാട്ടുകൾ എടുത്തു വെച്ച് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ അപമാനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്രത്തോളം അപക്വമായിട്ടുള്ള ആളുകളാണ് കൊടുങ്ങല്ലൂർ ഉള്ളത് എന്നുള്ള രീതിയിലേക്ക് പ്രചരിപ്പിക്കുന്നത്. ഈ ഭരണിക്ക് വരുന്ന കാണാവുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ അത് ബ്രാഹ്മണരോ ഉയർന്ന ആൾക്കാരല്ല, മണ്ണിൽ പണിയെടുക്കുന്ന ജനതയാണ് ഈ വരുന്നത് മുഴുവൻ. അവരവരുടേതായിട്ടുള്ള അതാത് ദുരിതങ്ങളിൽ അവർ നേരുന്നൊരു ഭക്തിപൂർവ്വം പാടുന്നൊരു പാട്ടാണിത്. അങ്ങനെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ദേവി ചൈതന്യം അവരിലുണ്ടാവും. പിന്നീട് ഇപ്പോൾ കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോഴി ഇറക്കുന്നത് തന്നെ ഇന്നത്തെ കാലത്തെ ആളുകൾ അത് വളരെ മോശമായിട്ടാണ് കണക്കാക്കുന്നത്. 75 വർഷമാവുന്നുള്ളൂ ക്ഷേത്രത്തിൽ ബലിയില്ലാണ്ടായിട്ട്. ആട് വെട്ടി കോഴി വെട്ടിയിരുന്ന ബലിക്കല്. അന്ന് ബലിക്കല് ഭൂമിക്കടിയിലേക്ക് പോകില്ലായിരുന്നു, അതിലാണ് കോഴി വെട്ടിയിരുന്നത്. അശ്വതി കാവ് തന്നതിനകത്ത് മുട്ടിനൊപ്പം രക്തം ഉണ്ടാവുന്ന ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുള്ളൂ കോഴിക്കല്ലിൽ കോഴി വെട്ടിയിരുന്ന ഒരാൾ മരിച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും കാര്യങ്ങളും നമ്മളോട് പറയാറുണ്ട്. അന്ന് വാരിക്കൊട്ടയിലാണ് കോഴിത്തല കൊണ്ടുപോവുക, മുട്ടിനൊപ്പം രക്തം ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് എടുത്തതിന് ശേഷമാണ് പൂശാന്റെ ബലി കുമ്പളങ്ങ മുറിക്കാൻ തുടങ്ങിയത്. അതിക്ക് മുമ്പ് വരെ ബലി ഉണ്ടായിരുന്ന ക്ഷേത്രമാണ്. കുമ്പളങ്ങ വെട്ടുന്നവർ കുമ്പളങ്ങ വെട്ടിയ ചോര വരുമോ? അതാണ് മനസ്സിലാവാത്തത്. പക്ഷെ ഒരു ജീവൻ കൊടുത്തും ദേവിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമില്ലേ? ഇത് യുദ്ധദേവതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യ നിഗ്രഹം കഴിഞ്ഞ് വന്ന അമ്മയ്ക്ക് ദാഹം തീരുന്നില്ല. ചോര കുടിച്ച് ദാഹം തീരാണ്ട് വരുന്ന അമ്മയ്ക്ക് ആനകൾ, ആടുകൾ, കോഴികൾ വെട്ടി രക്തം കൊടുക്കണം. അമ്മയ്ക്ക് ദാഹം ശമിക്കുന്നില്ല. ഏറ്റവും ലാസ്റ്റാണ് അണിവരലറുത്ത അമ്മയ്ക്ക് രക്തം. 1000 കോഴി അറുത്ത് ഗുരുതി കൊടുത്തു, ആടിനറുത്ത് ഗുരുതി കൊടുത്തു, കുതിരയറുത്ത് ഗുരുതി കൊടുത്തു, 1000 ആനയറുത്ത് ഗുരുതി. എന്നിട്ടും നല്ലോട് മകളുടെ കോപവും ദാഹവും തീരാഞ്ഞിട്ട് ശ്രീ മഹാദേവൻ നല്ലച്ഛൻ്റെ അണിവരിലറുത്ത് മുത്തുള്ളി ചോരയും കുടിച്ചു നീ കോടിലിംഗപുരമെന്ന ശ്രീ കൊടുങ്കൊല്ലൂരിൽ വന്ന് അരയിരിക്കും എന്നമ്മേ തമ്പുരാട്ടി. വലങ്കയ്യിൽ വെള്ളിപ്പള്ളിവാളെ, ഇടങ്കയ്യിൽ പൊന്നാരച്ചിലമ്പ്, അരമണി ചെമ്പട്ട് കച്ച കെട്ടി വാവാ വിളിക്കുന്നിടത്ത് വായൻ പരദേവതയെ ശ്രീകുറുമ്പെ ശ്രീ ഭദ്രകാളി നമസ്തോന്ന തോറ്റം പാട്ടുകളിലൊക്കെ പറയുന്നത്. അപ്പം ഇതൊക്കെ വെറും ഒരു ചൊല്ല് പാട്ട് മാത്രമല്ല, ഈ ദേവീനെ എങ്ങനെയായിരുന്നു ആരാധിച്ചതെന്നും കൂടി ഇതിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള കാളീക്ഷേത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു രക്തത്തുള്ളി വീണ് കഴിഞ്ഞാൽ അമ്പലം അശുദ്ധമായി എന്നാണ് പറയുന്നത്. അല്ല, അത് തെറ്റിദ്ധാരണ മാത്രമാണ്. കേരളത്തിന്റെ 13 ശാക്തേയ കാവുകളിലും കൃത്യമായിട്ട് ഇന്നും ബലി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ചുരുക്കം ചില കാവുകളിൽ മാത്രം ഇത് നിന്നുപോയി. മാടായിക്കാവ്, മന്നമ്പുറത്ത് കാവ്, നീലേശ്വരം, കളരിവാതുക്കല്, കളിയാമ്പള്ളിക്കാവ്, പിഷാരിക്കാവ്, എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പോട്ടെ, കൊടുങ്ങല്ലൂരിലെ മൂലസ്ഥാനം ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നില്ലേ? ഇത് തടയാൻ ഒരു പോലീസുകാരും വരില്ല. മനസ്സിലായില്ലേ? പണ്ട് ഈ ഭരണിപ്പാട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു കാലത്ത് കലക്ടർ ഇവിടെ നിന്ന് ഉത്തരവിട്ടിന് ഭരണിപ്പാട്ട് പാടാണ്ടാന്ന്. കലക്ടർ വീട്ടിൽ പോയപ്പോൾ കാണുന്നത് എന്താ അറിയോ? മകൻ തെറിപ്പാട്ട് പാടുന്നതാ. അങ്ങനെ അന്ന് പുലർച്ചെ തന്നെ ആ കലക്ടർ മകൻ അതാണ്. തല തന്നെ പോയാലും തെറി തന്നെ പാടണം. അതുകൊണ്ട് ദേവിക്ക് കോപമില്ല. ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. ഈ ഭഗവതിനെ അടുത്ത് ആരും ജാസ്തി കളിക്കലില്ല. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലെ പൊന്നും ഇതും പോയി. ഇവിടുത്തെ ഒരു തരി കക്കാനും ഇവിടുത്തെ ദേവസ്വം ബോർഡ് ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ ധൈര്യമില്ല. അതൊന്ന് തൊട്ടിട്ടുണ്ട് പിറ്റേന്ന് അല്ലെങ്കിൽ അന്ന് രാത്രി വരും വസൂരി. അതാണ് കാളി. അത്രയും എനർജിയാണ്, ആ ഊർജ്ജമാണ്. ഒന്ന് അകത്ത് കയറി ഒന്ന് തൊഴുതു നോക്കൂ, പ്രാർത്ഥിച്ചു നോക്കൂ. ഇവിടെ തൊഴുതാ നടക്കാത്ത കാര്യമില്ല. ഈ അമ്മൻ്റെ മക്കളാണ് എല്ലാവരും.
ഈ ഭഗവതിന്റെ അടുത്ത് തൊഴുതാൻ നടക്കാത്ത ഒരു കാര്യമില്ല. കൃത്യമായിട്ട് നമ്മുടെ സമർപ്പണ മനോഭാവത്തോടു കൂടി കൊടുങ്ങല്ലൂർ വന്ന കൊടുങ്ങല്ലൂർ അമ്മന്റെ ഭക്തിയായ തന്നെ ബാക്കി 33 കോടി ദേവകളെ അനുഗ്രഹം നമുക്കുണ്ടെന്ന ജ്യോതിശാസ്ത്ര പ്രകാരം പോയി ചിന്തിച്ചാൽ വ്യാഴം മറിയില്ല. അമ്മന്റെ മക്കളാണെങ്കിൽ വ്യാഴം മറിയുക, ദൈവാധീനം കൃത്യമായിട്ട് കൂടെ ഉണ്ടെന്ന് പറയും. നിങ്ങളുടെ തറവാട്ടിൽ പ്രശ്നം വെക്കുമ്പോൾ പറയും ഇവിടുന്ന് കൊടുങ്ങല്ലൂർ പോകുന്ന ആളുണ്ടല്ലോ. അത്രയും പ്രാധാന്യമാണ് ഈ ഭഗവതിനെ പോയി കണ്ട് തൊഴുതാൽ തന്നെ. പിന്നെ ആ ഭഗവതിന്റെ ദൃഷ്ടി നമ്മളിലേക്ക് വന്ന് ആ ഭഗവതിന്റെ ഭക്തരാവുക അല്ലെങ്കിൽ കോമരങ്ങളാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിലും വലിയ കാര്യം വേറെ ഇല്ല. അപ്പം നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യുന്നത് പറ്റുന്നത് അത് കൊണ്ടുപോയി ഈ ഭഗവതിനെ കണ്ട് മഞ്ഞൾ ഇതൊക്കെ സമർപ്പിക്കാനുള്ള കാരണം തന്നെ അതാണ്, രോഗമുക്തിയാണ്. നമ്മൾ കറികളിലൊക്കെ മഞ്ഞൾ ഇടാൻ കാരണം എന്താ? എന്തെങ്കിലും മായങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതേ തത്വം തന്നെയാണ്. മഞ്ഞൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ രോഗമുക്തിയാണ്. കുരുമുളക് സമർപ്പിക്കുന്ന ധാന്യങ്ങളാണ് നമുക്കൊരു വർഷത്തിൽ കിട്ടുന്നത്. സ്വരൂപിച്ചിട്ട് ആദ്യത്തെ ഗോൾഡ്, ബ്ലാക്ക് ഗോൾഡ് എന്നാണ് കുങ്കുമത്തിനെ വിളിക്കുക. ഇതൊക്കെ ഇത് കൊടുങ്ങല്ലൂർ നാട്ടിന് വാണിഭ നാട്, വാണിജ്യ നാട്, പിന്നെ മുസരീസ് പട്ടണം, കോടിലിംഗപുരം. പണ്ട് കാലത്ത് കൊടുങ്ങല്ലൂര് കേന്ദ്രീകരിച്ചിട്ടായിരുന്നു കേരളത്തിലെ എല്ലാവിധ കച്ചവടങ്ങളും നടന്നത്. ആ സമയത്ത് ഇതൊക്കെ ഭഗവതിക്ക് ആദ്യം സമർപ്പിച്ചതിന് ശേഷമാണ് ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയത്. അങ്ങനെയും ഐതിഹ്യം പറയുന്നുണ്ട്. അപ്പൊ ഈ ഭഗവതി കേരളമായിട്ടും ഈ പ്രപഞ്ചവുമായിട്ട് ലോകവുമായിട്ട് അത്രയും ബന്ധമുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് ഈ ഭഗവതിന്റെ ബലം എന്തെന്നുള്ളത് അറിയില്ല. ഇന്നിപ്പോ തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല കൊടുങ്ങല്ലൂരുള്ള കൊടുങ്ങല്ലൂരുള്ള